ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യുന്നതോ നമ്മൾ പ്രോഡക്റ്റ് കണ്ടെത്തി നമ്മളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്താലൊന്നും നമുക്ക് സെയിൽസ് വരണമില്ല. സെയിൽസിലേക്ക് നമുക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നല്ലൊരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും, നല്ല പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ സെയിൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളൊരു 100 ഓൺലൈൻ സ്റ്റോർ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതിലൊരു 90% പരാജയത്തിലാണ്. കാര്യം ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ചില സമയങ്ങളിൽ നമ്മൾ മാർക്കറ്റ് നോക്കിയിട്ട് നമ്മൾ സെയിൽസ് ക്യാമ്പയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ആയിരിക്കും കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ഒരു ദിവസം എത്ര പോസ്റ്റ് ഇടണം, എത്ര സ്റ്റോറി ഇടണം, ഏതെല്ലാം കോണ്ടന്റ് ഇടണം, ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ഇടണോ, ഫണ്ണി ആയിട്ടുള്ള കോണ്ടന്റ് ഇടണോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇ കൊമേഴ്സിൽ നിന്ന് നമുക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടൈപ്പുള്ള കോണ്ടൻറ്റുകൾ നമ്മളെ ഇ കൊമേഴ്സ് ബിസിനസ്സിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുക.